ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ വീഡിയോ കണ്ടപ്പം? ഇത് നമ്മൾ ലോട്ടസ് ടെമ്പിളിലോട്ട് പോയ വഴിയല്ലേ? അതെ, ഡൽഹിയിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പം. അതെ. സാധാരണഗതിയിൽ നമ്മൾ പഴയ മിനാരങ്ങളിലോ ടോംബുകളിലൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു പുതിയ നിർമ്മിതിയാണ്. അതെ 1900 സംതിങ്ങിലും കണ്ടല്ലേ? 1986 നിർമ്മിച്ചതാണ്. അപ്പോൾ 1986 നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ മിക്കവാറും നേരം ഇന്ത്യക്കാരനായിരിക്കും നിർമ്മിച്ചതെന്ന് പറയും അല്ലേ? അതെ. ഇന്ത്യക്കാരാണ് നിർമ്മിച്ചത്. പക്ഷേ ഇതിന്റെ ആർക്കിടെക്ട് ആരായിരുന്നു അറിയോ? ഇല്ല. ഒരു ഇറാനിയൻ വംശജനായ കാനഡയിൽ താമസിക്കുന്ന ഒരു ആർക്കിടെക്റ്റാണ്. ഫരീബർ സഹബ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആണല്ലേ? ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഈ ലോട്ടസ് ടെമ്പിളിന്റെ? ഇല്ല. 27 വലിയ വെളുത്ത മാർബിൾ ഇലകളാണ് ഇതിന്റെ മുഖ്യ സൗന്ദര്യം. അതായത് ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണല്ലോ ലോട്ടസ് ടെമ്പിൾ എന്ന് പേര് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെ. അതെ, ശരിക്കും ഇത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ആരുടെ ആരാധനാലയമാണെന്ന് തോന്നുന്നു. ബഹായി മതക്കാരുടെ പ്രാർത്ഥനാലയമാണിത്. കണ്ട, നോക്കിക്കേ, ആ ദൂരെ നിന്ന് തന്നെ നോക്കിക്കേ, ഒരു താമര പോലെ വിടർന്നുകൊണ്ടിരിക്കുന്ന മുട്ട് പോലെ ഉണ്ടല്ലേ? ഉണ്ട്. ഇത് കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു. ആ ഭാഗം നമ്മൾ ആ കയറി ചെല്ലുന്ന സ്ഥലത്ത് അവിടെയൊക്കെയാണ് നമ്മൾ ഷൂ ഒക്കെ വെച്ചത്. ഈ പ്രാർത്ഥനാലയം ആയതുകൊണ്ടാട്ടോ. അവിടെ നമുക്ക് ഫീസ് ഒന്നും എൻട്രി ഇല്ലായിരുന്നു അന്ന്. അത് ഞാൻ ഓർക്കുന്നു. ഫീസ് ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അതെ, ആ ഉള്ളിലൊക്കെ കയറി കഴിയുമ്പോൾ വളരെ ഇത്രയും വെയിലുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു എ സിക്ക് അകത്ത് കയറി ഫീൽ എ സി ഒന്നും വെച്ചിട്ടില്ലെങ്കിലും നല്ല തണുപ്പും ഒരു പ്രത്യേക വൈബ് ആംബിയൻസ് അതിന്റെ. നല്ലൊരു വലിയ ഹാളാണല്ലോ. ഇവിടെയൊക്കെ ഷൂ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിവിടെ പോകും. പക്ഷെ പുറത്ത് നല്ല ചൂടായിരുന്നു. പുറത്ത് നല്ല ചൂടാണെങ്കിൽ ഉള്ളിൽ കയറി നമുക്ക് ഓർക്കണ്ടോ, ഷൂ ഊരിയതിന് ശേഷം ഇവിടെ ഈ ചവിട്ടി അല്ലെ, ചവിട്ടിയാണ് എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരുന്നത്. കാരണം അല്ലാണ്ട് വേറെ ചോട്ടാൻ പറ്റത്തില്ല. അതെ, ഞാൻ പറഞ്ഞില്ല ഇത് ബഹായി മതക്കാരുടെ ടെമ്പിൾ ആണെന്നുള്ളത്. പക്ഷെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന മതക്കാർക്കെന്നല്ല, എല്ലാ മതക്കാർക്കും വേണമെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഗ്രഹം അങ്ങനെയൊന്നുമില്ല. ഒരു ഓപ്പൺ ഹാളാണ്. അവിടെ ഇരിക്കാൻ കുറെ സീറ്റിംഗ് ഉണ്ട്. മൗനമായിട്ടിരിക്കണം. അതിന്റെ നല്ല നിശബ്ദമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലെ? അതെ അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലെ നെഹ്റു പ്ലേസിന് സമീപമാണ്. കൽക്കാജയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പൂര പോലെ തോന്നും അല്ലെ? വെള്ളമുണ്ട് അതിന് ചുറ്റോട് ചുറ്റും വെള്ളം. എല്ലാ നിർമ്മിതികളിലും ഒരു വെള്ളം ഒരു അവിഭാജ്യ ഘടകം അല്ലെ? അതൊരു ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമാണ് എല്ലാവർക്കും. ആ വെള്ളത്തിന്റെ നല്ല, പക്ഷേ നല്ലൊരു കൂളിംഗ് അതിനകത്ത് ഫീൽ ചെയ്യും നമുക്ക് കഴിയുമ്പോൾ. ഇപ്പം ചൂടുന്ന തള്ളത്തോട് കയറിയപ്പോൾ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. ഇതിന്റെ ഉള്ളിൽ തന്നെ കണ്ടാ ചില്ലിന്റെ ഉള്ളിൽ കൂടെ തന്നെ നോക്കാം നമുക്ക്. പക്ഷേ എൻട്രി ഒരു സൈഡിൽ കൂടെയാണ്, എക്സിറ്റ് ഒരു സൈഡിൽ കൂടെ. അപ്പൊ നമ്മൾ ഈ സൈഡിൽ കൂടെ കയറി പോകുന്നത്. ക്യൂ ഒക്കെ നിന്നാണ് കയറുന്നത്. പക്ഷെ എല്ലാവരും വളരെ വിനമ്രരായിട്ട് അല്ലെ, ക്യൂ ഒക്കെ പാലിച്ച് അവർ കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് കയറ്റുന്നത്. അതെ, പിന്നെ ചുമ്മാ കയറി അവിടെ കിടന്ന് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കുന്നുണ്ടല്ലോ അവര്. പക്ഷെ ആ ഗാർഡൻ കണ്ടോ, അന്ന് ഓർക്കണ്ടോ, ഓറഞ്ചിന്റെ ഒക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഓറഞ്ചിന്റെ ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഓറഞ്ചൊക്കെ ഇങ്ങനെ വലിയ മരങ്ങളല്ല, ചെറിയ ബുഷ് പോലെയൊക്കെ വെച്ചിട്ട് ഓറഞ്ചൊക്കെ നല്ല പാകത്തിന് പഴുത്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റി. നല്ല ഭംഗിയായിരുന്നു അല്ലേ? നല്ല ഭംഗിയാണ്. 9 മണി മുതൽ 5:30 വരെയാണ് ഇതിന്റെ എൻട്രി ടൈം, അതിന് കയറാനുള്ള സമയം. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അതിരാവിലെ പോകുക, 9 മണിക്ക് തന്നെ പോകുക, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പോകുക. നട്ടുച്ചയ്ക്ക് നമ്മൾ നട്ടുച്ചയ്ക്ക് പോയത്. അതുകൊണ്ട് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നത്. പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം എപ്പോഴും കരുതുക. പുറത്തുനിന്ന് വെള്ളം കിട്ടും, കയ്യിൽ വെള്ളം എപ്പോഴും കരുതുക, ഒരു കുടയും കരുതുക, വെയിലത്താണ് പോകുന്നതെങ്കിൽ. പക്ഷെ മിസ് ചെയ്യാതെ എല്ലാവരും 40 ലക്ഷം പേര് കാണുന്നുണ്ടായത്. 40 ലക്ഷം പേര് ഡൽഹിയിൽ വരുന്നതിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത്രയും മനോഹരമാണ്. അതിൽ ഒട്ടും അറിയാലോ ഇത്ര ആൾക്കാരെ. ആ ഒരു വാട്ടർ ബോഡിയും ഇതെല്ലാം കൂടെ വെച്ച് താഴെ നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടല്ലേ? നല്ല ആംബിയൻസ് ഉണ്ട്. നല്ല ആംബിയൻസ് ഉണ്ട്. എന്തായാലും ഡൽഹി പോകുമ്പോൾ ഒരാളും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോയിന്റ് ആണ് ഈ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്.